ആതിര സ്വർണ്ണ നിക്ഷേപ തട്ടിപ്പിൽ പരാതിയുമായി കൂടുതൽ പേർ രംഗത്ത്. 300-ലധികം പരാതികളാണ് എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ ലഭിച്ചത്. സ്വർണ്ണ നിക്ഷേപത്തിന്റെയും സ്വർണ്ണ വായ്പയുടെയും പേരിലാണ് ഇത്തരം തട്ടിപ്പുകളൊക്കെ നടത്തിയത്. അതേസമയം അറസ്റ്റിലായ 4 പ്രതികളെ റിമാൻഡ് ചെയ്തു. കെ ഉമേഷ് ചേരുന്നുണ്ട്. അപ്പോൾ ഈ ആതിര ഗ്രൂപ്പിന് അവർക്ക് സ്വർണ്ണത്തിന് നിക്ഷേപത്തിനുള്ള ലൈസൻസ് ഇല്ല, വായ്പ നൽകാനുള്ള ലൈസൻസ് ഇല്ല. പാതിവില ഓഫർ കാണത്തില്ല. അതെ, ഈ തട്ടിപ്പ് എന്താണ്, ഇതിന്റെ ഒരു സ്വഭാവം? ശരത്ത്, നമ്മൾ മുൻപ് കണ്ടതുപോലെയുള്ള ചിട്ടിത്തട്ടിപ്പ് പോലെ അതിൻ്റെ മറ്റൊരു രൂപമാണ്. ആളുകളിൽ നിന്ന് ഇങ്ങനെ സ്വർണം നിക്ഷേപമായി സ്വീകരിക്കുകയും അത് അധിക വില നൽകി തിരിച്ചു നൽകാം, അല്ലെങ്കിൽ നിക്ഷേപിക്കുന്ന സ്വർണം പഴയ സ്വർണ്ണമാണെങ്കിൽ അത് നിശ്ചിത കാലാവധി കഴിയുമ്പോൾ പുതുക്കിയ സ്വർണ്ണമായി നൽകാം, പുതിയ സ്വർണം നൽകാം, ഒപ്പം ധനകാര്യ സ്ഥാപനം ഒക്കെ ഉണ്ട്. ഇങ്ങനെ പലതരത്തിൽ ആളുകളിൽ നിന്ന് പണവും സ്വർണവും ഒക്കെ തിരിച്ച് നൽകാതിരിക്കുക, വലിയ തരത്തിൽ തുക ഇവരിൽ നിന്ന് പിരിച്ചെടുത്ത് അത് തട്ടുക, അത് തന്നെയാണ് നടന്ന തട്ടിപ്പ്. അതുമായി ബന്ധപ്പെട്ട് ആതിര ഗോൾഡിനെതിരെ സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ പരാതി വരുന്നു. ഇവർ പിടിയിലാവുകയും ചെയ്തു. 4 പേരാണ് പിടിയിലായത്. ഈ ആതിര ഗോൾഡിൻ്റെ MD RJ ആൻ്റണി, ഒപ്പം ഇയാളുടെ സഹോദരന്മാരായ 3 പേർ, അങ്ങനെ 4 പേരെ കഴിഞ്ഞ ദിവസം സെൻട്രൽ പോലീസ് അറസ്റ്റ് ചെയ്തു. അവരെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുകയും ചെയ്തു. ഇത്തരത്തിൽ ഈ സ്ഥാപനം ആദ്യഘട്ടത്തിലൊക്കെ ഇങ്ങനെ ആളുകൾക്ക് വിശ്വാസ്യത പിടിച്ചു പറ്റാനായി നിശ്ചിത സമയത്ത് തിരിച്ചു നൽകുകയൊക്കെ ചെയ്തിരുന്നു. അതുകൊണ്ട് നിരവധി പേർ ഇവിടെ നിക്ഷേപിച്ചു. ഇതിനിടയിലാണ് ഈ സ്ഥാപനം ഒരു ബാങ്കിൽ നിന്ന് വായ്പ എടുത്തത്. ആ വായ്പ തിരിച്ചടവ് മുടങ്ങി. അങ്ങനെ ഈ ആതിര ഗോൾഡ് ജപ്തി ചെയ്തു. ഇത് ജപ്തി ചെയ്ത വിവരമറിഞ്ഞാണ് പലരും പരാതിയുമായി ഇവിടേക്കൊക്കെ എത്തിയത്. അങ്ങനെയാണ് ഇത് തട്ടിപ്പാണെന്ന് പലർക്കും ബോധ്യപ്പെട്ടത്. അങ്ങനെ 1, 2, 3 അങ്ങനെ പരാതികളുടെ എണ്ണം ഇപ്പോൾ 300 കവിഞ്ഞു എന്നുള്ളതാണ് സെൻട്രൽ പോലീസ് അറിയിച്ചിരിക്കുന്നത്. ഏതായാലും ഇപ്പോൾ നടപടി ഉണ്ടായിരിക്കുന്നവരെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ലഭിച്ച അന്വേഷണപരമനുസരിച്ച് ഇവർക്ക് ലൈസൻസ് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ഇങ്ങനെ സ്വർണവും പണവും ഒക്കെ നിക്ഷേപമായി സ്വീകരിക്കണമെങ്കിൽ RBIയിൽ നിന്ന് ലൈസൻസ് എടുക്കണം. ആ ലൈസൻസ് ഉണ്ടായിരുന്നില്ല എന്നുള്ളത് പോലീസ് ഏതാണ്ട് അത് വ്യക്തമായിട്ടുണ്ട്. അത് സ്ഥിരീകരിക്കുന്നതിനായി RBIക്ക് ഒരു കത്ത് പോലീസ് നൽകിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അവരുടെ മറുപടി ലഭിക്കുന്നതോടെ ഇവർക്ക് ആ ലൈസൻസ് ഉണ്ടായിരുന്നില്ല എന്നുള്ള കാര്യം ഉറപ്പിക്കാനാകും. ഏതായാലും ഇവരെ വെറുതെ വിടാൻ പോലീസ് ഉദ്ദേശിച്ചിട്ടില്ല. അവർക്കെതിരെ കൃത്യമായ നടപടിയുമായി മുന്നോട്ട് പോകും. കൂടുതൽ അന്വേഷണം ഉണ്ടാകും. നിലവിൽ റിമാൻഡിൽ കഴിയുന്ന ഇവരെ കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്യും. ഈ പിരിച്ചെടുത്ത പണവും സ്വർണവും ഒക്കെ എവിടെ പോയി എന്നത് കണ്ടെത്താൻ തന്നെയാണ് പോലീസിൻ്റെ ശ്രമം. ശരി, മറ്റൊരു തട്ടിപ്പ്, ആ തട്ടിപ്പിൻ്റെയും പുറകെ പോലീസ് പോയിട്ടുണ്ട്. ഇപ്പോൾ 300 പരാതികളാണ് എത്തിയിരിക്കുന്നത്. മറുഭാഗത്ത് പാതിവില ഓഫർ തട്ടിപ്പ്, ആ തട്ടിപ്പിൽ അന്വേഷണം മുന്നോട്ട് പോകുന്നു. ബന്ധപ്പെട്ട് 4 പ്രതികൾ അറസ്റ്റിലായിട്ടുണ്ട്. അവരെ റിമാൻഡ് ചെയ്തിട്ടുണ്ട്. ഇനി എന്തായാലും കസ്റ്റഡി അപേക്ഷയൊക്കെ നൽകി കൂടുതൽ തെളിവെടുപ്പും കാര്യങ്ങളൊക്കെ പോലീസ് അന്വേഷണം. അപ്പോഴും ഇത്തരം വാഗ്ദാനങ്ങളിലൊക്കെ ആകർഷകരായി വഞ്ചിതരാകുന്ന മലയാളിയുടെ എണ്ണം ഇങ്ങനെ ഈ കേസുകൾ വരുമ്പോഴാണ് കൂടുതൽ അറിയുന്നത്. എവിടെയെങ്കിലും ഒരു സൗജന്യം കിട്ടുന്നു എന്നുള്ളത് അറിയുമ്പോൾ, അല്ലെങ്കിൽ ആദായ വില എന്ന് കേട്ടാൽ വലിയ ഇതെന്ന് പറയുന്നത് ഡിജിറ്റൽ അറസ്റ്റ്, ഡിജിറ്റൽ തട്ടിപ്പുമായി ബന്ധപ്പെട്ട ജഡ്ജിമാർ വരെ ആ തട്ടിപ്പിലൊക്കെ പെട്ടുപോകുന്നത്. അതെ, വിർച്വൽ അറസ്റ്റിൽ ജഡ്ജിമാർ വരെ, ഹൈ പൊസിഷനിലുള്ള ആളുകൾ വരെ അതിൽ പെട്ടുപോകുന്നു എന്നുള്ളതാണ്. പലതരത്തിലുള്ള തട്ടിപ്പുകളുടെ ഒരു കാലം കൂടിയാണ്. അതിലാണ് ആതിര ഗോൾഡ് തട്ടിപ്പിന്റെ പുതിയ വിവരങ്ങളാണ് ഉമേഷ് ഇപ്പോൾ കൊച്ചിയിൽ നൽകിയത്. പോലീസ് ഈ പ്രതികളെ അറസ്റ്റ് ചെയ്തു, റിമാൻഡ് ചെയ്തു. കൂടുതൽ പരാതികൾ അതേ തുടർന്ന് വന്നുകൊണ്ടിരിക്കുന്നു എന്നതാണ് സാഹചര്യം.